ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചയൂണിനുള്ള കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായി നമ്മളിവിടെ ചൂടമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പീര വെക്കാനായി കുറച്ച് തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ മീനിലേക്ക് നമ്മൾ ചതച്ചെടുത്ത അരപ്പ് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും, പുളിക്ക് പകരം നമ്മളിതിലേക്ക് ചേർക്കുന്നത് മാങ്ങയാണ്. നല്ല പുളിയുള്ള വിളഞ്ഞ മാങ്ങ നമ്മളിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് പീര വെച്ചെടുക്കാം. നമ്മുടെ മീൻ പീര റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാനുണ്ട്. നമ്മുടെ മീൻ പീര വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവി കൊടുക്കാം. മീൻ പീര വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചാറുകറിയൂടെ ഉണ്ടാക്കാം. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് ചക്കക്കുരു, ചീരത്തണ്ട്, മാങ്ങ ഇവയാണ്. ചീരത്തണ്ടും ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരുമ്പം അതിലേക്ക് നമുക്ക് മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് താളിച്ചെടുക്കാം. ഇനി നമുക്കൊരു പച്ചടി കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ പച്ചമുളക്, സവോള, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുത്ത സവോളയിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീറ്റ്റൂട്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റാം. സവോളയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് ചേർക്കാം. ഉപ്പും ചേർത്ത് ബീറ്റ്റൂട്ട് നന്നായിട്ട് വഴന്നു വരുമ്പം അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്ത പുളിയില്ലാതെ തൈരും കൂടി ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തേങ്ങയൊന്നും ചേർക്കാത്ത നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചോറും കറികളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ട തൈര് ചേർത്തുണ്ടാക്കിയ നമ്മുടെ പച്ചടി, ചാറുകറി, മീൻ പീര ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടെ നമുക്കൊരു ചീരത്തോരനും കൂടിയുണ്ട്. ഇനി നമുക്കൊന്ന് ഊണ് കഴിച്ചാലോ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ